readers, welcome back to another episode of Paper Plot. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ദ സർപ്രൈസിംഗ് റീഡ്സ് ഓഫ് 2024 ബുക്സ് ആയിട്ടാണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ പറയാൻ പോകുന്ന ബുക്സ് ഒക്കെ തന്നെ ഞാൻ ബ്രീഫ് ആയിട്ട് പറയുന്നുള്ളൂ, ബിക്കോസ് വൺ വേ ഓർ അനദർ ഞാൻ ഓരോന്നിനും പറ്റിയിട്ടും ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സമ്മറി മാത്രമേ പറയുന്നുള്ളൂ. ദ ഫസ്റ്റ് ബുക്ക് ഈസ് ദ അതർ സൈഡ് ഓഫ് മിഡ് നൈറ്റ്. അപ്പോൾ ഇത് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഒട്ടും എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു. പൊതുവെ ഒരു നോർമൽ ത്രില്ലർ എങ്ങനെയാണ് വായിക്കുക ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ദെൻ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഹിറ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ അതിനെ അപ്രോച്ച് ചെയ്ത രീതി മാറി. സോ ദ സ്റ്റോറി എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടർ ഹാരിയറ്റ് ഒരു പോലീസ് ഓഫീസറാണ്. അവളും ബെന്നും തമ്മിലൊരു റിലേഷൻഷിപ്പിലാണ്. ബട്ട് അവരിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് അവൾ ആ ഒരു ഗ്രീഫ് ടൈമിലാണ്. ആ ഒരു ബ്രേക്കപ്പിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ അവളുടെ പോലീസ് ഫോഴ്സിൽ അവൾക്കൊരു ആരോപണം ഉണ്ട് അവൾക്കെതിരെ. അതും കൂടി ആയപ്പോൾ അവൾക്ക് ആകെ ഇതായിട്ട് ഇരിക്കുമ്പോഴാണ് അവളൊരു ലൈബ്രറി പോകുന്നതും ഒരു ബുക്ക് ഇഷ്യൂ ചെയ്യുന്നതും. അപ്പോൾ എന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് അവൾക്ക് ആ ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നു. അവളുടെ ലീഡ് അവളെ ചെന്നെത്തിക്കുന്നത് ഡേവിഡ് ആഷന്റെ കുടുംബത്തിലാണ്. അപ്പോൾ അതിലെ അവരുടെ വൈഫായിരുന്നു ഈ ബുക്ക് ഇഷ്യൂ ചെയ്തിരുന്നത്. ആ വൈഫ് റീസെൻ്റ്ലി മരിക്കും. അപ്പോൾ അതിനുശേഷം അവളുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യും. അപ്പോൾ ആകെ ഉള്ളത് ഇപ്പോൾ അവരുടെ ആ സൺ എലിയട്ടാണ്. അപ്പോൾ അവൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും. ലൈക്ക് ഇങ്ങനെ ഒരു ഫാദർ എങ്ങനെയാണ് ഒരു മകനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു അമ്മ മരിച്ച നിലയിൽ സൂയിസൈഡ് ചെയ്യുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് അവരുടെ വൈഫ് ഇങ്ങനെ ഒരു മെസ്സേജ് ഈ ഒരു ബുക്കിൽ എഴുതാൻ കാരണം, ഇതെല്ലാം കൂടി അവൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആക്കും. അതുപോലെ തന്നെ എലിയട്ടിനെ തെരഞ്ഞു ചെല്ലുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക എലിയട്ടും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ബെന്നും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. സോ ഇതെല്ലാം കൂടി ആവുമ്പോൾ അവൾക്ക് എന്താന്ന് കണ്ടുപിടിച്ചേ പറ്റും. ഒരു 70% ഓഫ് ദ ബുക്ക് വരെ കംപ്ലീറ്റ്ലി ഒരു നോർമൽ ത്രില്ലർ പോലെയായിരുന്നു. ബട്ട് ദെൻ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ്, ഹ്യൂജ് പ്ലോട്ട് ട്വിസ്റ്റ് അത് ഹിറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി ആ ഒരു ബുക്കിൻ്റെ ആ ഒരു ടൂൺ തന്നെ അങ്ങോട്ട് മാറും. ആൻഡ് അതുവരെ നമ്മൾ വായിച്ചത് ലൈക്ക് നമുക്ക് എവിടെയാണ് ഇത് മിസ്സായത്, എന്തൊക്കെയാണ് ഇത്, എന്തുകൊണ്ടാണ് നമ്മളിത് കാണാതെ പോയത് എന്നുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് വരും. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് അല്ല. ബട്ട് ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് അറിയുന്ന ആൾക്ക് മേ ബി ആ ഒരു ബുക്കിൻ്റെ കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് നഷ്ടം. സോ അങ്ങനെയുള്ള ഒരു ബുക്കാണ്. സോ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സ്പോയിൽഡ് ആവരുത്. ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റിന് ശേഷമാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഇതുകൊണ്ടാണ് എന്നൊക്കെ നമ്മളെല്ലാം ഫിഗർ ഔട്ട് ചെയ്യും. എൻ്റെ വായ അടപ്പിച്ച് കളഞ്ഞൊരു പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ദ നെക്സ്റ്റ് ബുക്ക് ഈസ് എ ഡൗറി ഓഫ് ബ്ലഡ്. അപ്പോൾ ഇതൊരു ഹൊറർ ബുക്കാണ്. 200 പേജസ് ഉള്ള ഒരു ഷോർട്ട് ഹൊറർ ബുക്ക്. ഇതിലെ മെയിൻ ക്യാരക്ടർ കോൺസ്റ്റന്റ ഡ്രാക്കുളയുടെ വൈഫാണ്. അപ്പോൾ ഇതൊരു റീടെല്ലിംഗ് കൈൻഡ് ഓഫ് ബുക്കാണ്. അപ്പോൾ ഡ്രാക്കുളയുടെ വൈഫായിട്ടുള്ള അവളുടെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഡ്രാക്കുള ഇതിൽ നല്ലൊരാളല്ല, ഒരു അബ്യൂസീവ് ഹസ്ബൻഡാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഒരു ആക്രമണത്തിൽ പെടുമ്പോഴാണ് അവളെ ഈ ഡ്രാക്കുള രക്ഷിക്കുന്നത്. അതിനുശേഷം അവൾ എന്താ പറയുക, ആ ഡ്രാക്കുളയുടെ ആ ഒരു ഇതിൽ വീണു പോവുകയാണ്. ആ ഡ്രാക്കുള അത്രയും അവളെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അവൾ ശരിക്കും അവളുടെ ഹസ്ബൻഡിനെ ഒരു വർഷിപ്പിംഗ് രീതിയിലോട്ട് അവൾ പോവാണ്. ബട്ട് ദെൻ തുടരെ അവൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അവൾ മനസ്സിലാക്കുകയാണ്, ഞാൻ വിചാരിച്ച പോലെ ഒരു ഹസ്ബൻഡ് അല്ല ഇത്, ഇവർക്ക് ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതൊരു അബ്യൂസീവ് ഹസ്ബൻഡ് ആണെന്ന് പിന്നെയാണ് അവൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടും അവനക്ക് അവളെ മേലെ ഒരുപാട് പവർ ഉണ്ട്. അത് കാരണം തന്നെ അവൾക്ക് ആ ഒരു അബ്യൂസീവ് റിലേഷന് പുറത്ത് വരാൻ കഴിയില്ല. ബട്ട് ദെൻ ഈ ഡ്രാക്കുള വീണ്ടും വേറൊരു ലൈഫ് പാർട്ട്ണറിനെ കൊണ്ടുവരുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുക ലൈക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും ആൾക്കാരുടെ ലൈഫ് അവൻ്റെ കയ്യിൽ പെട്ടുപോകും, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാവുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ബട്ട് ഇതിൽ കുറച്ച് വേണ്ടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ആഡ് ചെയ്തു, വിച്ച് ഐ ഡിഡ്ന്റ് എൻജോയ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ റിയലി ലവ് ദ പേസ്. അതുപോലെ ആ ഒരു ഡാർക്ക് സാഫിക് ആയിട്ടുള്ള ആ ഒരു ബുക്ക് നമ്മളിങ്ങനെ മെല്ലെ അതിൽ അബ്സോർബ്ഡ് ആവുന്ന ഒരു റൈറ്റിംഗ് ആണ്, നമ്മളെ ബീവിച്ച് ചെയ്യുന്ന പോലത്തെ ഒരു റൈറ്റിംഗ്. സോ ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് തിങ് ടു നോ ലൈക്ക് ഡ്രാക്കുളയുടെ വൈഫായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആയിട്ട് തോന്നി. ദ നെക്സ്റ്റ് വൺ ഈസ് ലിസൺ ഫോർ ദ ലൈ. ഇതൊരു റീസെൻ്റ്ലി വായിച്ചൊരു ത്രില്ലർ ബുക്കാണ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ലൂസി. അപ്പോൾ പ്രസന്റ്ലി ലൂസി അവളുടെ ലൈഫ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പോഡ്കാസ്റ്റർ ഒരു 5 വർഷം മുന്നേ അവളുടെ ലൈഫിൽ സംഭവിച്ച ഒരു കേസ് കുത്തിപ്പൊക്കിച്ച് കൊണ്ടിരുന്നത്.
അതുപോലെ അവളുടെ ഗ്രാൻഡ് മദറിന്റെ 80th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഗ്രാൻഡ് മദർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും അവളോട് ടൗണിലോട്ട് വരാൻ വേണ്ടിയിട്ട്, അവളുടെ ഹോം ടൗണിലോട്ട്. അപ്പോൾ അവള് 5 വർഷമായി ആ ഒരു ഹോം ടൗണിലേക്ക് പോയിട്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷങ്ങൾക്ക് മുന്നേ ലൂസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് സാവിയും ലൂസിയും കൂടെ ഒരു രാത്രി പങ്കുവെക്കുമ്പോൾ പെട്ടെന്ന് സാവി കൊലപ്പെടുകയാണ്. ആൻഡ് നെക്സ്റ്റ് ഡേ ലൂസി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വരുന്നത് കംപ്ലീറ്റ്ലി സാവിയുടെ ബ്ലഡ് അവളുടെ മേത്തുണ്ടാവും. സോ ഓഫ് കോഴ്സ് എല്ലാ ആൾക്കാരും ലൂസിയാണ് സാവിനെ കൊന്നത് എന്ന് അങ്ങോട്ട് വിചാരിക്കും. ആൻഡ് ഈവൻ ലൂസിക്ക് അത് അങ്ങനെ എല്ലാന്നും കൂടെ പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ലൂസി എന്താണ് അന്ന് രാത്രി സംഭവിച്ചതെന്ന് ലൂസിക്ക് ഒട്ടും ഓർമ്മയില്ല. ലൈക്ക് ഒരു അമ്നീഷ്യ പോലെ ആ ഒരു രാത്രി കംപ്ലീറ്റ്ലി അവളുടെ മൈൻഡിൽ നിന്ന് ബ്ലാങ്ക് ഔട്ട്. പക്ഷെ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളെ അറസ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഈ ആൾക്കാരുടെ ചൂഷണം കാരണം അവള് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. ഒരു കാര്യം ക്ലിയർ ആണ് ലൂസിക്ക്, ലൈക്ക് ലൂസിക്ക് അത്രയും സാവിനെ ഇഷ്ടമായിരുന്നു. ആൻഡ് ലൂസി ഒരിക്കലും അവളെ പേർപ്പസ്ലി മർഡർ ചെയ്യില്ല, ആ കാര്യം ലൂസിക്ക് ഉറപ്പാണ്. അപ്പൊ അവൾക്കും ഈ ഒരു പോഡ്കാസ്റ്ററിന്റെ കൂടെ ഇത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അവൾക്കും ക്ലിയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആൻഡ് ദെൻ ദേ ആർ ലൈക്ക് ഫിഗറിങ് ഔട്ട് വാട്ട് ഹാപ്പൻഡ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇതിൽ ആ പോഡ്കാസ്റ്റ് എലമെന്റ് ആയിരുന്നു ഭയങ്കര ഫൺ. ഒരു 1 day കൊണ്ട് വായിക്കാൻ പറ്റിയ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. പിന്നെ ലൂസിയും സാവിയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അവരെ. ഞാൻ ഇതുവരെ വായിച്ച പോഡ്കാസ്റ്റ് എലമെന്റിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു ഇതിൽ. ഐ റിയലി എൻജോയ്ഡ് ദിസ് and I was so surprised reading it. Next book is Mad Honey. അപ്പോൾ ഞാൻ റാൻഡംലി ആണ് സെലക്ട് ചെയ്യുന്നത്, ഒട്ടും പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ഒലീവിയ. അപ്പോൾ ഒലീവിയയുടെ ഹസ്ബൻഡ് ഒരു അബ്യൂസർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവർ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അവളുടെ മകനെയും കൂട്ടിയിട്ട് അവളുടെ ഫാദറിന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. ഫാദറിന്റെ ജോബായിരുന്നു ബീ കീപ്പർ. അപ്പോൾ അവളും ഇപ്പം ആ ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകന്റെ ഗേൾ ഫ്രണ്ട് ലില്ലി മരിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു കുറ്റം കംപ്ലീറ്റ്ലി ഈ മകന്റെ മേത്താണ് വരുന്നത്. ആസ് എ മദർ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ആൻഡ് ഷീ നീഡ് ടു പ്രൂവ് ലൈക്ക് ഹർ സൺ ഈസ് ഇന്നസെന്റ്. അവളുടെ ഹസ്ബൻഡ് അബ്യൂസീവ് ആയിരുന്നു. സോ അതുപോലെ അവളുടെ സണ്ണിനും അത് കിട്ടിയിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു പേടിയും അവളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആസ് എ മദർ ഷീ ഈസ് ഫൈറ്റിംഗ് വിത്ത് ഹെർ സെൽഫ്. അതുപോലെ തന്നെ ഈവൻ ദോ അവളുടെ സണ്ണ് ചെയ്തിക്കണമെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും ഷീസ് ലൈക്ക് അവൾക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു തീവ്രത, ദാറ്റ് വാസ് ദ മെയിൻ തിങ് ഇൻ ദാറ്റ് ബുക്ക്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ഐ റിയലി കണക്റ്റഡ് ടു ഇറ്റ് ആസ് എ മദർ. സോ എന്താ പറയുക, ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഐ വാസ് സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് അറ്റ് ദ എൻഡിങ്. നെക്സ്റ്റ് വൺ ഈസ് ദ റോഡ് ട്രിപ്പ്. അപ്പോൾ ഈ ഓതറിന്റെ ഫസ്റ്റ് ബുക്ക് ആയിരുന്നു ഇതൊരു ഫീൽ ഗുഡ് ബുക്ക് ആട്ടോ. സോ ഈ പേരിൽ പറയുന്ന പോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഒരു റോഡ് ട്രിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ആഡി ആൻഡ് അവളുടെ സിസ്റ്ററും കൂടെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ വണ്ടിയിൽ ബാക്കിൽ വേറൊരു വണ്ടി വന്ന് ഇടിക്കുന്നത്. ആൻഡ് ആ വണ്ടിയിൽ ഉണ്ടാവുന്നതാണ് ഡൈലൻ. അപ്പൊ ഡൈലൻ ആഡിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. ആൻഡ് അത് കാരണം തന്നെ അവരുടെ കാറ് കേടായതുകൊണ്ട് തന്നെ ആഡിക്ക് അവർക്ക് റൈഡ് ഓഫർ ചെയ്യേണ്ടി വരും. ആൻഡ് എല്ലാരും കൂടെ ആഡിയുടെ കാറിലാണ് പിന്നെ അവര് കല്യാണത്തിന് പോകുന്നത്. ആൻഡ് ഇവര് തമ്മിൽ ആ എക്സ് ആയതുകൊണ്ടുള്ള ആ ഒരു ടെൻഷൻ, ഇതുപോലെ പാസ്റ്റ് അവര് ശരിക്കും എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ് പിരിഞ്ഞത്, അതൊക്കെ നമുക്ക് വേറൊരു പോയിന്റ് ഓഫ് വ്യൂല് കിട്ടും. സോ ടോട്ടലി ദിസ് വാസ് സോ ഗുഡ്. ഞാൻ ഇത് എൻജോയ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഫണ്ണായിരുന്നു വായിക്കുമ്പോൾ. ലൈക്ക് ഐ റിയലി ലവ്ഡ് ദ മെയിൻ ക്യാരക്ടേഴ്സ്, ബട്ട് അതുപോലെ തന്നെ ഐ റിയലി ഡിസ്ലൈക്ഡ് സം ക്യാരക്ടേഴ്സ്. ടോട്ടലി കുറെ ഇമോഷൻസും ഉണ്ട്, കുറെ എന്താ പറയാ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും ഉണ്ട്, എന്നാൽ ഫണ്ണും ഉള്ള ഒരു ബുക്കാണ്. So if you want such a book, then definitely try this one. Next one is Iron Flame. ഇത് സീക്വൽ ആണ് ടു ഫോർത്ത് വിങ് കേട്ടോ. സോ ഫോർത്ത് വിങ് ഞാൻ ലാസ്റ്റ് ഇയർ ആയിരുന്നു വായിച്ചത്, അയൺ ഫ്ലെയിം ഞാൻ ദിസ് ഇയർ ആണ് വായിച്ചത്. അപ്പോൾ അയൺ ഫ്ലെയിം ഭയങ്കര ലെങ്തിയർ ആട്ടോ. എനിക്ക് തോന്നുന്നില്ല അത്രയും ലെങ്തിന്റെ ആവശ്യമുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതിന് എല്ലാവരും നെഗറ്റീവ് റിവ്യൂസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഫോർത്ത് വിങ്ങിന്റെ അത്രയും രസമല്ല, ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു. ബട്ട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ലൈക്ക് ഫോർത്ത് വിങ്ങിന്റെ അതേപോലെ തന്നെ ഐ റിയലി എൻജോയ്ഡ് ദിസ് വൺ. എന്താണെന്നറിയില്ല, മേ ബി ആ ഒരു പൊളിറ്റിക്കൽ കാര്യങ്ങളായിരുന്നു ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് വയലറ്റ്. അപ്പോൾ വയലറ്റ് ഞാൻ ഫോർത്ത് വിങ്ങിൽ വായിക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ കുറച്ചൊരു ഇമ്മച്വർ ആയി തോന്നി, അതുപോലെ എവിടേക്കോ അവൾ ഭയങ്കര വീക്കായിട്ട് തോന്നി.
ആസ് എ പ്രൊട്ടഗണിസ്റ്റ് എനിക്ക് ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇഷ്ടം. ഇപ്പോഴും മറ്റുള്ളവർ അവളെങ്ങനെ ഫേവർ ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് അവളൊരു സൈഡ് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ അവൾ ഫോർത്ത് വിങ്ങിൽ തന്നെ മരിച്ചിട്ടുണ്ടാവും. ബിക്കോസ് അത്രയും വീക്കാണ് അവള്. ആൻഡ് എല്ലാവരും അവളിങ്ങനെ എന്താ പറയുക, അവളെല്ലാപ്പോഴും ഇങ്ങനെ സേഫ് ആക്കി കൊണ്ടുനടക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു ഫസ്റ്റ് ബുക്കിൽ. ബട്ട് ഇതിൽ എനിക്ക് തോന്നുന്നു വയലറ്റിന് കുറച്ച് ക്യാരക്ടർ ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് വയലറ്റിന് അത്രയും അങ്ങോട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വയലറ്റിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ദോ അവൾ വീക്കാണെങ്കിലും അവൾക്ക് എല്ലാവരെയും സഹായിക്കണം. ആൻഡ് ദാറ്റ്സ് നോട്ട് പോസിബിൾ, റൈറ്റ്? സോ അവളുടെ ആ ഒരു ഇറിറ്റേറ്റിംഗ് ബിഹേവിയർ എന്നെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ബുക്കിൽ. ബട്ട് ഇതിലെനിക്ക് കുഴപ്പമില്ല, ആവറേജ് ആയിരുന്നു. സോ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് വൈവേൺസ് ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ്. അവൾ ആ പഠിക്കുന്ന അവളുടെ ആ സ്കൂളും അവിടെയുള്ള ആൾക്കാരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള വാർഡ്സിനെ പറ്റിയിട്ട് അവൾ കൂടുതലായിട്ട് പഠിക്കുകയാണ്. ആൻഡ് ഈ വൈവേൺസിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവള് കണ്ടെത്താണ്. ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ലൈക്ക് ഇതിന്റെ എൻഡിങ് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ വയലറ്റിനൊരു സെക്കൻഡ് സിഗ്നറ്റ് അവർ ഇതുവരെ എന്താന്ന് പറഞ്ഞിട്ടില്ല. സോ അതിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. സോ ടോട്ടലി എവിടെയൊക്കെയോ ഞാൻ ഇഷ്ടപ്പെട്ടു. ഫോർത്ത് വിങ് എനിക്ക് കുറച്ചും കൂടെ ന്യൂബായി തോന്നിയിരുന്നു. ബട്ട് ഇത് എനിക്ക് കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിട്ട് തോന്നി. ദ നെക്സ്റ്റ് വൺ സ്പൈ ഫാമിലി. ഞാൻ ഇന്നലെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് കുറച്ച് പേജസ് ഉള്ളൂ. ഗ്രാഫിക് നോവൽ, ഈസിലി റീഡബിൾ ആണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രസം. അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ട്വൈലൈറ്റ്. അവനൊരു സ്പൈ ആണ്. അവനക്കൊരു മിഷനാണ് ഒരാളുമായിട്ട് ക്ലോസ് ആയിട്ട് ആളെ കുറച്ച് കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ആസ് എ സ്പൈ. അപ്പൊ ആ മിഷൻ അവന് ഇതാക്കണം എന്നുണ്ടെങ്കിൽ ഈ ആള് ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു സ്കൂളുമായിട്ട് അവനക്കൊരു കണക്ഷൻ വരണം. അതിനുവേണ്ടി അവനക്കൊരു കുട്ടീനും വേണം, ഒരു അമ്മയും വേണം. സോ ആ കുട്ടീനെ അവന് പോയിട്ട് ഒരു ഓർഫനേജിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തെടുക്കും. ആ കുട്ടിയുടെ പേരാണ് ആന്യ. അതുപോലെ ഒരു ഗേളിനെ മീറ്റ് ചെയ്യുമ്പോൾ അവളുമായിട്ട് ഇവരൊരു ഡീലിലെത്തും. ലൈക്ക് ഇങ്ങനെ എൻ്റെ മകളെ ചേർത്താൻ വേണ്ടിയിട്ട് ഒരു മദർ വേണം. സോ അങ്ങനെ അവൾക്കും അവന് ആവശ്യമുണ്ട്. ബിക്കോസ് അവളുടെ ബ്രദറിന് അവള് സെറ്റിലായി കാണാൻ ആഗ്രഹമുണ്ട്. സോ ഇവര് 3 പേരും ഡിഫറെന്റ് ആണ്. ലൈക്ക് ഇവനൊരു സ്പൈ ആണ്, അവളൊരു അസാസിനാണ്, അതുപോലെ മകളൊരു ടെലപ്പാത്താണ്. തമ്മിൽ ഇവർ 3 പേരും അവരുടെ കഴിവുകളൊന്നും പുറത്ത് പറയുന്നില്ല. ബട്ട് 3 പേർക്കും 3 പേരും വേണം. അന്യക്ക് ഒരു പാരന്റ്സ് വേണം. അതാണ് ആന്യയുടെ മോട്ടീവ്. അവൻക്ക് അവർ 2 പേരും വേണം അവന്റെ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ. അവൾക്ക് അവള് അസാസിനാന്ന് ആരും അറിയാൻ പാടില്ല. സോ ഇവർ 2 പേരും അവളുടെ ലൈഫിലുള്ളത് അവൾക്ക് ഒരു പ്ലസ് ആണ്. ടോട്ടലി സോ മച്ച് ഫൺ. എനിക്ക് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവർ 2 പേരും ഇടയിൽ കിടന്ന് കളിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് എന്റർടൈനിങ് ആയിട്ട് തോന്നി. എന്തായാലും കണ്ടിന്യൂ ചെയ്യും. And I really enjoyed it. The next one is I Who Have Never Known Men. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ഒരു യങ് ഗേൾ ആണ്. അവളുടെ പേരോ വയസ്സോ ഒന്നും അറിയില്ല. അവളുടെ കൂടെ 39 മിഡിൽ ഏജ്ഡ് വുമൻസിനെയും ഒരു സെല്ലിലിട്ട് പൂട്ടിയിരിക്കണം. ആരാ പൂട്ടിയത് എന്താണെന്നൊന്നും അറിയില്ല. കുറച്ച് ഗാർഡ്സ് ഇവരുടെ സെല്ലിന് പുറത്ത് നിൽക്കുന്നുണ്ട്. ലൈക്ക് ഇവരെ മോണിറ്റർ ചെയ്യാൻ 24 hours ഇവരെ മോണിറ്റർ ചെയ്യും. ഇവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുക്കും. ലൈക്ക് ലക്ഷറി ഫുഡല്ല, ജസ്റ്റ് സർവൈവ് ചെയ്യാൻ ആവശ്യമായ ഫുഡ്. അതുപോലെ ഈ സെല്ലിലുള്ള ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനോ ഒന്നിനും പാടില്ല. അപ്പോൾ ഇവർക്ക് ചാട്ടവാറും കൊണ്ട് അടി കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും കാലം പൂട്ടിയിട്ടത് എന്നൊന്നും അവർക്കറിയില്ല. എത്ര കാലമായി പൂട്ടിയിട്ടതെന്നും അവർക്കറിയില്ല. ഇതിൽ മെയിൻ ക്യാരക്ടറിന് കംപ്ലീറ്റ്ലി പുറം ലോകത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. സോ അവൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു ഹോപ്പ് ഉണ്ട്, വൺ ഡേ ഷി വിൽ സീ ഔട്ട്സൈഡ് എന്നുള്ള രീതിയിൽ. ബാക്കിയുള്ളവരൊക്കെ ആകെ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടാവുന്ന ഈ ഒരു ഹോപ്പ് അവളെ എന്താ പറയുക രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുകയും ടിൽ ദ എൻഡ് ലാസ്റ്റ് പേജ് ഓഫ് ദ ബുക്ക് ആ ഒരു ഹോപ്പ് കംപ്ലീറ്റ്ലി ഉണ്ട്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് സോ പെയിൻഫുൾ ടു റീഡ്. ലൈക്ക് അവർ നേരിടുന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയി തോന്നും. പിന്നെ അവരുടെ ആ ഒരു ഹോപ്പ്, ഒരു ഹോപ്പും ഇല്ലാത്തോടത്തുള്ള അവരുടെ ആ ഒരു ഹോപ്പ്, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബട്ട് അറ്റ് ദി സെയിം ടൈം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആരാണ് ഇവരെ പൂട്ടിയത്, എന്തുകൊണ്ട് അവരിങ്ങനെ, അതൊന്നും നമുക്ക് ആൻസർ കിട്ടുന്നില്ല. സോ ഇത് വായിച്ചിട്ട് ചിലവർക്ക് ഇതുകൊണ്ട് ഡിസപ്പോയിന്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇതിൽ ആ ആൻസേഴ്സ് ഒന്നും കിട്ടുന്നില്ല. എന്തെന്നെ ആയാലും വായിക്കുന്ന ആ ഒരു മൊമെന്റിൽ ഇറ്റ് വാസ് സോ ഗുഡ് ടു റീഡ്. ആൻഡ് ഒരു ലിറ്റററി ഫിക്ഷൻ പോലത്തെ ഒരു ബുക്കാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ദ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇസ് മൈ ഡാർക്ക് വെനേസ.
ഇതൊരു ബ്യൂട്ടിഫുൾ ബുക്കാണ്. ഈ ബുക്കിനെ ബ്രേക്ക് ചെയ്തു ഇൻ ടു പീസസ്. അത്രയും ഐ വാസ് സോ ഹാർട്ട് ബ്രോക്കൺ റീഡിങ് ദിസ് ബുക്ക്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് വനേസ. വനേസ ടീനേജർ ആവുന്ന സമയത്ത് അവളുടെ ഒരു പ്രൊഫസറുമായിട്ട് ഇഷ്ടത്തിലാവണം. പക്ഷെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാം അത് അബ്യൂസ് ആണെന്ന്. ബട്ട് ആസ് എ ടീനേജർ വനേസയ്ക്ക് അത് അറിയില്ല. ആൻഡ് ഈ ഒരു അബ്യൂസർ, ഈ ഒരു പ്രൊഫസർ അവളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ട്രൂ ലവ്. വനേസ അതിൽ വീണ് പോവാണ്. ആൻഡ് ഇതിൽ ഒരു അബ്യൂസർ എങ്ങനെയാണ് ഒരു വിക്ടിം, വളരെ വീക്കായിട്ടുള്ള ഒരു വിക്ടിമിനെ സെലക്ട് ചെയ്യുന്നതും എന്നിട്ട് അവരെ മെല്ലെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗ്രൂം ചെയ്തെടുക്കുന്നതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ബുക്കിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ പെയിൻഫുൾ ടു റീഡ് ആസ് എ വുമൺ. ഓൾസോ ഇപ്പോൾ ഈ ഒരു വിക്ടിമിന് ഇതിന്ന് പുറത്ത് വരണം എന്നുണ്ടെങ്കിലും ഈ ഒരു അബ്യൂസർ എന്താ പറയുക, അവരെ ഒരു ത്രെട്ടനിങ് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. ലൈക്ക് നീയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഈവൻ ദോ ആ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അബ്യൂസറാണ്. സോ ഇതെല്ലാം തന്നെ നമുക്ക് ആസ് എ റീഡർ ക്ലിയർ ആണ്. ബട്ട് വനേസക്ക് അത് മനസ്സിലാവുന്നില്ല. ആൻഡ് പ്രസന്റ്ലി ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പ്രൊഫസറിനെതിരെ വരികയാണ്. ആൻഡ് വനേസ അവളുടെ മെന്റൽ ഹെൽത്തുമായിട്ട് ഫൈറ്റിങ്ങിലാണ്. ലൈക്ക് വനേസക്ക് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യാതെ അബ്യൂസ് ആയിരുന്നു എന്നുള്ളത്. ആൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഷീ വിൽ ഹാവ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹർ മെന്റൽ ഹെൽത്ത്. എന്തായാലും ട്രിഗർ വാർണിങ്സ് ചെക്ക് ചെയ്യണം. ഭയങ്കര ഗ്രീഫ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് വാസ് സോ ഗുഡ് ടു റീഡ് ആൻഡ് ടു നോ മോർ അബൌട്ട് ദീസ് തിങ്സ്. ആൻഡ് ആസ് എ വുമൻ ഐ റിയലി കണക്റ്റഡ് വിത്ത് ഹർ. ആൻഡ് എന്തൊക്കെയോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സർപ്രൈസിങ് റീഡ്സ് ഓഫ് 2024. നിങ്ങളുടെ സർപ്രൈസിങ് റീഡ്സ് ഒക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓൾസോ ഇഫ് യു എൻജോയ്ഡ് എനി ഓഫ് ദ ബുക്സ് ഐ ഹാവ് മെൻഷൻ ടുഡേ, ദാറ്റ് ഓൾസോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻ, ബുക്കിഷ് കാര്യങ്ങളാണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ ബുക്കിഷ് കോണ്ടന്റ് then definitely like, comment, share and subscribe, and I will see you with another video. Till then, bye bye and take care.